ഹായ് ഗേയ്സ്, ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടലിന് കുറുകെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണുവാൻ വേണ്ടി കന്യാകുമാരിക്ക് പോകാൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം വെളുപ്പിനെ 3:45 അപ്പോൾ നമ്മുടെ KSRTC ബസ്സിലാണ് ഞാനിന്ന് കന്യാകുമാരിക്ക് പോകുന്നത്. ഈ സമയത്ത് നമുക്ക് ട്രെയിൻ അങ്ങോട്ട് പോകാൻ കിട്ടത്തില്ല. അപ്പോൾ ഇത്ര വെളുപ്പിനെ നമ്മൾ കന്യാകുമാരി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങിയെങ്കിലേ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പോയ പോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ കന്യാകുമാരിയിലെ അവസ്ഥ എന്നൊക്കെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണണം. കാരണം അതൊക്കെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോയിലൊക്കെ പറയുന്നത് കേൾക്കാതെയൊക്കെ കന്യാകുമാരിക്ക് ചാടി കയറി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോകുന്ന ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കന്യാകുമാരിയിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് തമ്പാനൂർ നമുക്ക് 76 രൂപയാണ് നാഗർകോവിൽ വരെ. നമുക്ക് കന്യാകുമാരിക്ക് നേരിട്ട് ബസ്സില്ല. അപ്പോൾ നമ്മൾ നേരെ നാഗർകോവിലിന് കിട്ടിയ ബസ്സിന് കയറി നമ്മൾ നാഗർകോവിൽ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ പറയണം, ഞെട്ടിപ്പോയി സ്റ്റാൻഡ് കണ്ടിട്ട്. കാരണം ഒരു നമ്മുടെ നാട്ടിലെയൊക്കെ ഒരു 10 സ്റ്റാൻഡ് കൂടുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റാൻഡെന്ന് വേണം പറയാം. കാരണം അത്രയ്ക്ക് വൈഡായിട്ട് വലിയൊരു സ്റ്റാൻഡ്, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി, എന്താ പറയുക, സൂപ്പർ അടിപൊളിയായിട്ടാണ് നമ്മുടെ ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നല്ല ഒരു കാഴ്ച തന്നെ ഒരു മനോഹരമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കന്യാകുമാരി ബസ് വരുന്നത്. ഇവിടെ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് അവിടെ നമുക്ക് വെയിറ്റിങ്ങിൻ്റെ ആ സ്ഥലവും ബസ് നിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബസ് ഇപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ നാഗർകോവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്നത്. നമ്മൾ കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു 6 മണിക്കെങ്കിലും നമ്മളവിടെ എത്തിയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇപ്പോഴത്തെ അവിടെ ഒന്നാമത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള പ്രവേശന ഫീസൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കായിരിക്കും അവിടെ. ഇവിടുന്ന് നാഗർകോവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് 16 രൂപയാണ് ടിക്കറ്റ്. കറക്റ്റ് കന്യാകുമാരിയിലെത്തി ഇറങ്ങിയ ഉടനെ തന്നെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയതും പുറകിൽ വന്നൊരു ടെമ്പോ ട്രാവലർ വന്ന് ബസ്സിൻ്റെ പുറകിൽ ഇടിച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു, ഇവിടെ ആയിരുന്നു നമ്മൾ ഇറങ്ങുന്നത്. അവിടെ തന്നെ ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ പുറകിൽ വന്ന് ഇടി നടന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ നേരെ സമയമായപ്പോഴത്തേക്ക് ഒരു 6:15 ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി. നമ്മുടെ നമുക്ക് പോകേണ്ട ബോട്ട് ജെട്ടിയിലേക്ക് പോകാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോകണം. ഒരു 6:40 ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂര്യോദയമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇത്ര വെളുപ്പിന് വരുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ സൂര്യോദയം കാണാം, ക്യൂ നിൽക്കേണ്ട. നിങ്ങൾ ഒരു 10 മണിക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ പറയുന്ന വഴി മൊത്തം ആൾക്കാരായിരിക്കും. 75 രൂപ, 300 രൂപ. നോർമൽ ടിക്കറ്റിന് 75 രൂപയാണ്. ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടിക്കറ്റിന് 300 രൂപയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പം കാണിക്കാം. അപ്പോൾ നമ്മുടെ അവിടെ കാര്യങ്ങളൊക്കെ ആൾക്കാർ 2 ക്യൂവും കാര്യങ്ങളൊക്കെ വരും. 75 രൂപ നമ്മൾ ഇടത്ത് വശത്ത് കാണുന്ന 75 രൂപ നോർമൽ ടിക്കറ്റ്. 300 രൂപ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ. അവിടെ ആകുമ്പം 300 രൂപ കൊടുത്ത് കയറുമ്പോൾ ഉള്ള പ്രയാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം ക്യൂ കാണത്തില്ല, പെട്ടെന്ന് കയറിപ്പോവും. പക്ഷേ ഈ പറയുന്ന ഇവിടെ നിന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം പോകുന്നതെല്ലാം നമ്മൾ 75കാരനും 300കാരനൊക്കെ പോകുന്നതൊക്കെ ഒറ്റ ബോട്ടിൽ തന്നെയാണ് അവിടെ നിന്ന് കയറി പോകുന്നതൊക്കെ. പക്ഷേ വലിയ ക്യൂവും കാര്യങ്ങളും ഇല്ല, പെട്ടെന്ന് കിട്ടും അത്ര തന്നെ. അപ്പം നമ്മൾ ആൾക്കാർ വരുന്നേ ഉള്ളൂ. എൻ്റെയൊക്കെ മുമ്പിൽ എനിക്ക് വന്ന് ഞാൻ 6:15 വന്നപ്പം തന്നെ എൻ്റെ ഒരു 30 പേരൊക്കെ ഉള്ളൂ മുമ്പിലോട്ട്. വലിയ തിരക്കും പ്രശ്നമൊന്നും ഇല്ലാതെ കയറാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ കൂടെയൊക്കെ ആളുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൽ നിർത്തിയിട്ട് വരാം. ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ ഒരു മലയാളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സൂര്യോദയം കാണാൻ വേണ്ടി അവിടെ വന്ന് നിന്നിട്ട് അത് ക്യാമറയിൽ പകർത്തുന്നത്. ആൾക്കാരെല്ലാം അത് കാണുകയും സൂര്യോദയം കാണാൻ വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം അപ്പുറത്തുണ്ട്. പക്ഷേ അവിടെയൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പം 10-500 പേര് ക്യൂവിലാവും. അതുകൊണ്ടാണ് നമ്മൾ പോകാൻ ചേട്ടത്. നമുക്ക് ദൂരെ നിന്നൊക്കെ നമ്മുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഇവിടെ നമുക്ക് 6:15 വന്ന് നമ്മൾ ക്യൂ ഒക്കെ നിന്നെങ്കിലും ഇതിൻ്റെ ഓപ്പണിങ് ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. ഒരു 7:45 കഴിയുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ആകത്തുള്ളൂ. ഇപ്പോഴാണ് ഞാൻ 75ൻ്റെ ക്യൂവിലാണ് നിൽക്കുന്നുണ്ട്. എനിക്ക് മുമ്പിൽ ഒരു 25 വരെ ആ ഒരു റേഞ്ച് ആൾക്കാരുള്ളൂ. അപ്പുറത്തെ വശത്തൂടെ പോകുന്നുണ്ട്. അതൊരു 300 രൂപയുടെ ആൾക്കാരാണ് അപ്പുറത്തൂടെ പോകുന്നത്. അവിടെ ഇത്തരം തിരക്കും കാര്യങ്ങളും, എന്നാലും അവിടെ നല്ല ക്യൂ ആണ്. അത് സ്പെഷ്യൽ ടിക്കറ്റാണ്, പെട്ടെന്ന് പോകുമെന്നും പറഞ്ഞ് ഒത്തിരി പേര് കയറുന്നുണ്ട്. പക്ഷേ എനിക്കത് വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവരിപ്പോൾ അപ്പുറത്തൂടെ കയറി വരും, നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് അകത്തൂടെ കയറി വളഞ്ഞും തിരിഞ്ഞൊക്കെ വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാൻ. നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ അകത്ത് വന്നിട്ടാണ്. ഇവിടെ 75 രൂപ, ഒരാൾക്ക് 75 രൂപയാണ്. അപ്പം
75 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പുറത്ത് പോകണം. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ 75ൻ്റെ എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും ഉണ്ട് ഇതേപോലെ ലൈനും കാര്യങ്ങളൊക്കെയാണ്. 300 രൂപേൻ്റെ ആളുകളാണ് അവിടെ അപ്പുറത്ത് ഈ കാണുന്നതൊക്കെ 300 രൂപയുടെ ആൾക്കാർ. അവർക്ക് നേരെ അങ്ങ് പോവാം. നേരെ പോയാൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ഇത് 300 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ നമ്മളിപ്പുറത്ത്. പക്ഷേ ഈ എൻ്റെ ഇതെന്ന് പറയുന്നത് വലിയ തിരക്കൊന്നുമില്ല. നേരെ നടന്നു വന്ന് ടിക്കറ്റ് എടുക്കാം 300 പേർക്ക്, 300 രൂപയുടെ ആൾക്കാർക്ക്. നമുക്ക് 75ൻ്റെ ആകുമ്പം കുറച്ച് കറക്കമൊക്കെ വട്ടമൊക്കെ ചുറ്റലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 75ൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കും. പുള്ളി അത് കീറി നമ്മളെ തരും. നമ്മൾ തിരിച്ച് നേരെ നടക്കും. നമ്മളിനി ബോട്ട് ജെട്ടിയുടെ അങ്ങോട്ടാണ് നടക്കുക. പക്ഷേ ആ നടക്കുന്നതിന് മുമ്പ് ഈ ഹാളുണ്ട്. ഈ ഹാളിൽ കൂടെ വേണം നമുക്ക് പുറത്ത് കിടക്കാൻ. അപ്പോൾ അവിടെ ബോട്ടിൽ ആളുകൾ കയറുന്നതനുസരിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി വിടുന്നത്. അപ്പോൾ അടുത്ത ആൾക്കാർ കയറി പോകാൻ വേണ്ടി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം ഹാളിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ നടന്നു തുടങ്ങി ഹാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നേരെ നമ്മൾ ബോട്ട് ജെട്ടിയിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ 75 രൂപയുടെയും അതുപോലെ മറ്റേ 300 രൂപയുടെ ആൾക്കാരെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പം. ഇവിടുന്ന് കിടക്കുന്ന ബോട്ടല്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ ബോട്ട് വരും. അതാണ് നമുക്ക് പോകാനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു കണ്ണാടിയൊക്കെ മേടിച്ച്, അപ്പോൾ 250 രൂപ 4 മടക്കാവുന്ന കണ്ണാടിയാണ്. അപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ 250 പറഞ്ഞ് ലാസ്റ്റ് 100 രൂപയ്ക്ക് കണ്ണാടി തന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഈ വെയിലത്ത് നല്ല വെയിലാണ്. അപ്പം ആ വെയിലത്ത് നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് നമ്മൾ ബോട്ട് ജെട്ടിയുടെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക 2 ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു വശത്ത് ആണുങ്ങളുടെ ക്യൂ, അപ്പുറത്തെ വശത്ത് പെണ്ണുങ്ങളുടെ ക്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അവിടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നടുക്ക് ഒരു ബോക്സിനകത്ത് ലൈഫ് ജാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് വേണം ബോട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവരോട് ചോദിച്ചപ്പോൾ ഒരു 150 പേരൊക്കെ ബോട്ടിൽ പോകുമെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു 100 പേര് എന്തായാലും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ 150 പേർക്ക് പോകാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും 100 പേര് ഒറ്റ അടിക്ക് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ബോട്ടിനകത്ത് കയറി. ബോട്ടിനകത്തുള്ള ഒരു 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷേ അതൊരു ഭയങ്കര രസമാണ്. ഈ ഒരു യാത്ര ഭയങ്കര രസമാണ്. അതായത് കടലിൻ്റെ ഓളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അവിടുത്തെ അതിനകത്ത് ജോലി ചെയ്യുന്ന മറ്റേ ജീവനക്കാരൊന്നും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാവരും യാത്രക്കാരെല്ലാവരും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. എല്ലാവരും ഇരുന്നൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ആരും നിർത്തിക്കൊണ്ട് പോകത്തില്ലെന്നാണ്. എന്നാലും ചിലരൊക്കെ എണീച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം കടലിൻ്റെ അത് കൂടുതൽ കാണാനും ഒക്കെ ആയിട്ട്. എന്തായാലും ഒരു 5 മിനിറ്റേ ഉള്ളെങ്കിൽ ആ യാത്ര നല്ല രസകരമായിട്ടൊരു യാത്രയാണ്. കാരണം അതുപോലെ നല്ല തിരമാല നല്ലതായിട്ടാണ് അടിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ നമ്മൾ ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തിരുവള്ളുവർ പ്രതിമയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമുക്ക് വിവേകാനന്ദ പാറയും ഇവിടുത്തെ വിവേകാനന്ദ മണ്ഡപവും അതുപോലെ ശ്രീപാദം മണ്ഡപവും അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുമ്പം തന്നെ നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട് 30 രൂപ. 30 രൂപയുടെ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ 30 രൂപയുടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അതുപോലെ നമുക്ക് അകത്തേക്ക് ചെരുപ്പുകളും കാര്യങ്ങളൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചെരുപ്പും കാര്യങ്ങളും വെക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ചെറിയ കൗണ്ടറുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ വരുവാണെങ്കിൽ അതെല്ലാം ഒരുമിച്ചടിച്ചിട്ട് പ്രത്യേക നമ്പർ പറഞ്ഞിട്ട് അതിനകത്ത് വെക്കും. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നെങ്കിൽ ഏറ്റവും ടോപ്പിലൊക്കെ വെച്ചിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും അതൊരു നല്ലൊരു ഇതാണ്. നമുക്ക് തോന്നുന്നിടത്തൊക്കെ എല്ലാം ഇട്ടിട്ട് പോകാൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ അല്ല, നല്ലൊരു രീതിയാണത്, നല്ലൊരു കാര്യമാണത് കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ നേരെ നടന്നു പോകുന്നത് നമ്മുടെ വിവേകാനന്ദ മണ്ഡപത്തിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിനിയിപ്പം കാണാൻ വേണ്ടി പോകുന്നത്. 1892 സ്വാമി വിവേകാനന്ദൻ കരയിൽ നിന്നും കടൽ നീന്തി കടന്ന് ഇവിടെ വന്ന് 3 ദിവസം ധ്യാനനിരതനായി ഇരുന്നതിന് ഒരു സ്മരണയ്ക്കാണ് ഇവിടെ ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. പടുകൂറ്റൻ വാതിൽ കാണും, വലിയ പടുകൂറ്റൻ വാതിലാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ ഈ ഒരു വാതിലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം, അതായത് താഴത്തെ കണ്ട ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. ഈ ഒരു ചെറിയൊരു ഭാഗത്തൂടെയാണ് നമ്മൾ അകത്തേക്ക്
കടക്കേണ്ടത്. ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയണ്ടേ, ഈ ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല, ഫോട്ടോസൊന്നും ഇവിടെ അലോഡല്ല. അപ്പം ഇതിനകത്ത് സ്വാമി വിവേകാനന്ദയുടെ ഒരു പ്രതിമയാണ് അകത്ത് ഇരിക്കുന്നത്. അതുപോലെ ഭക്തർക്ക് വേണമെങ്കിൽ അതിനകത്ത് ധ്യാനം ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ബുക്ക് സ്റ്റാളും കാണാം. ഇവിടുത്തെ ആ ലാസ്റ്റ് വരെയുള്ള ആ ഒരു നിരയിൽ നമുക്ക് 7ഓളം ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വിവേകാനന്ദ മണ്ഡപത്തിന് നേരെ മുമ്പിൽ തന്നെയാണ് ശ്രീപാദ മണ്ഡപം. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ തപസ് ചെയ്തത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. ദേവിയുടേതെന്ന് വിശ്വസിക്കുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഈ മണ്ഡപത്തിനകത്ത് ഇപ്പോഴും പൂജിക്കപ്പെടുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ഒക്കെ ചേരുന്ന സ്ഥലവും കൂടിയാണിത്. ആ കാണുന്ന പാറയിൽ 3 വശത്തു നിന്നും തിരമാല അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. 2 കടലും ഒരു മഹാസമുദ്രത്തിൻ്റെയും സംഗമ സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കാം. വിവേകാനന്ദ പാറയിൽ നിന്നും കാഴ്ചകൾ കണ്ടിട്ട് കണ്ണാടിപ്പാലത്തിലൂടെ വേണം തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്ക് പോകുവാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളുവർ പ്രതിമ മുതൽ വിവേകാനന്ദപ്പാറ വരെ സഞ്ചാരികൾക്ക് കടലിനു മുകളിലൂടെ നടക്കാൻ ഗ്ലാസ് ഫൈബർ ഗേജ് പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവള്ളുവർ പ്രതിമ നിർമ്മിച്ചതിൻ്റെ 25ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ പുതിയ ഗ്ലാസ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള പാലത്തിന് 37 കോടി രൂപയാണ് ചെലവ്. കടൽക്ഷോഭത്തിനും കടൽക്കാറ്റിനെയും പ്രതിരോധിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാലത്തിന് 2.5 മീറ്റർ വീതിയുള്ള ഗ്ലാസ് ഫേസ് നടപ്പാതയുണ്ട്. ഇടയ്ക്കിടെ കുറുകെ സ്റ്റീൽ കൊണ്ടുള്ള ബീമുകൾ കാണാം. ഗ്ലാസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തിരിക്കുന്നത് സിലിക്കോൺ കൊണ്ടാണെന്ന് തോന്നുന്നു. തിരുവള്ളുവർ പ്രതിമ മുതൽ വിവേകാനന്ദപ്പാറ വരെ ബോട്ടിൽ മാത്രമേ വിനോദസഞ്ചാരികൾക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സഞ്ചാരികൾക്ക് നടന്ന് ഈ ഒരു പുതിയ പാലത്തിലൂടെ പോകാം. പുതുവർഷത്തിൽ തുറന്നുകൊടുത്ത ഗ്ലാസ് പാലത്തിൽ പ്രവേശനം സൗജന്യമാണ്. ഡിസംബർ 30 തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്ത് ജനുവരി 5 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തതാണ് നമ്മുടെ ഈ കണ്ണാടിപ്പാലം. വിവേകാനന്ദ പാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം കാരണം തിരുവള്ളുവർ പ്രതിമയ്ക്കരികിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. അതിന് പരിഹാരമായിട്ടാണ് കണ്ണാടിപ്പാലം പണി കഴിപ്പിച്ചത്. കട്ടിയുള്ള കണ്ണാടികൾ സ്ഥാപിച്ച് തൂക്കുപാലത്തിൻ്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണാടിപ്പാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം എന്ന് തന്നെയാണ്. ഈ മനോഹര കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പ്രക്ഷുബ്ധമായ കടലും വേലിയേറ്റവും കാരണം വിവേകാനന്ദ പാറയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തു പോകാൻ സാധ്യമായിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തു ചെല്ലാൻ സഞ്ചാരികൾക്ക് പാലം നിർമ്മിക്കാനാണ് സർക്കാർ ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ വിനോദസഞ്ചാരികളെ കണക്കിലെടുത്താണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചത്. തമിഴ് സംസ്കാരത്തിൻ്റെയും സാഹിത്യ മികവിൻ്റെയും ഒരു ഉയർന്ന പ്രതീകം. ദൂരെ നിന്ന് പോലും ശ്രദ്ധ ആകർഷിക്കുന്ന തിരുവള്ളുവർ പ്രതിമ കാണാനാണ് നമ്മളിനി പോകുന്നത്. ഭൂപ്രദേശത്തു നിന്നും ഏകദേശം 400 മീറ്റർ അകലെ ആയതിനാൽ ഫെറി സർവീസുകൾ വഴി നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ശില്പിയായ വി ഗണപതി സ്ഥാപതിയുടെ വൈവിധ്യമുള്ള കൈകളാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട തിരുവള്ളുവർ പ്രതിമയുടെ അടിത്തറ 1979 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി സ്ഥാപിച്ചു. ഈ മനോഹരമായ ശില്പത്തിൽ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ അതിൻ്റെ വാസ്തുവിദ്യയിൽ പ്രതിഫലിക്കുന്ന ആഴത്തിലുള്ള പ്രതീകാത്മകത നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ശിവൻ്റെ നൃത്തഭാവമായ നടരാജനെ പോലെ തിരുവള്ളുവർ പ്രതിമയുടെ അരക്കെട്ട് ചെറുതായി വളഞ്ഞിരിക്കുന്നു. പ്രതിമയുടെ ഗംഭീരമായ പീഠത്തിന് ചുറ്റും കലാപരമായ രൂപങ്ങളാൽ അലങ്കരിച്ച ഒരു മണ്ഡപമുണ്ട്. ദശരഥൻ രാജാവ് തൻ്റെ സാരഥിക്ക് നൽകിയ 10 ദിശകളെ പ്രതീകപ്പെടുത്തുന്ന 10 ആനപ്രതിമകൾ കാവൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ തിരുവള്ളുവർ പ്രതിമയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുന്ന വഴി ഇതാണ്. നമുക്ക് കയറി വരാൻ വേണ്ടി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കയറി വരുന്നത്. ഇത് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ 2 വഴികളുണ്ട് നമുക്ക്.
അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്നു വന്ന നമ്മുടെ കണ്ണാടി പാലത്തിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് 2-3 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ ഈ കണ്ണാടി പാലം കാണാൻ വരുന്നവർ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. വരുന്നവർ എപ്പോഴും രാവിലെ തന്നെ വരണം. രാവിലെ ഇപ്പം ഞാൻ വന്ന ഒരു 6:15 6:30 ടൈമാണ്, ആ സമയത്തേ വരാവൂ. അതിനുശേഷം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടത്തില്ല. ഒന്നാമത്തെ പ്രശ്നം ടിക്കറ്റ് കിട്ടത്തില്ലെന്നല്ല, അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കാനുള്ള എന്താ പറയണ്ടേ, അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, വന്ന് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്കോ 11 മണിക്കോ അങ്ങനെയൊക്കെ 9 മണിക്കോ 8 മണിക്കോ എപ്പോൾ വേണമെങ്കിലും വരാം. അല്ല പെട്ടെന്ന് തന്നെ അധികം നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളവരാണെങ്കിൽ ഈ പറയുന്ന കൂട്ടി രാവിലെ ഒരു 6:30 വരുവാണെങ്കിൽ അധികം ക്യൂവും വരത്തില്ല. പിന്നെ നമ്മുടെ സൂര്യോദയമൊക്കെ കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ അതുപോലെ വേറെ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് സമയത്തും ഈ ബോട്ട് സർവീസും കാര്യങ്ങളും നിർത്താനുള്ള സാധ്യത. കാരണം കാറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നേരെ അത് ഇങ്ങോട്ട് വരുന്നത് നിർത്തും. അതായത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കൂടുതൽ അങ്ങനെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുടയും കാര്യങ്ങളും, വെയിലാണ്, കുടയും കാര്യങ്ങളും കൊണ്ടുവരുന്നവർ ഇവിടെ വന്നിട്ട് കുട ഉയർത്താൻ നിൽക്കരുത്. കുട ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടയും പോവും, അതിനകത്ത് പിടി വിട്ടില്ലെങ്കിൽ ആളും എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. അതുകൊണ്ട് കുടയും കാര്യങ്ങളും കൊണ്ട് തൊപ്പിയൊക്കെ ഉപയോഗിക്കുന്നവർ നല്ല ടൈറ്റി ആയിട്ട് തൊപ്പി തലയിൽ വെച്ചിട്ട് വേണം നിൽക്കാൻ. പിന്നെ സെൽഫി എടുക്കുന്നവർ ഈ അറ്റത്തും ഒക്കെ പോയി നിന്ന് കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി നിന്ന് മൊബൈലൊക്കെ ഉയർത്തി സെൽഫി എടുക്കുന്നവർ സൂക്ഷിച്ചോണം. കാരണം കാറ്റിൽ ഈ പറയുന്ന മൊബൈൽ കയ്യിൽ നിന്നൊക്കെ പോകും. കാരണം അതുപോലെ കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഈ 10 മണി 11 മണി അങ്ങനെ സമയം അങ്ങോട്ട് മാറും തോറും, വൈകുന്നേരം ആവും തോറും കാറ്റിൻ്റെ ശക്തി കൂടിക്കൂടിയേ വരും. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മളെ അടിച്ച് പുറകോട്ട് കൊണ്ടുപോകും, നമ്മളെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. അവിടെ ബോട്ട് പോലും അതിനെ അടുപ്പിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരമാലയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും വരുന്നവരെല്ലാം സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക, രാവിലെ തന്നെ വരാൻ നോക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.